നീത, പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതിയെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, എപ്പോഴാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്? എങ്ങനെ പുരോഗമിക്കുന്നു? എത്രമാത്രം സഹകരിക്കുന്നുണ്ട് ഇയാൾ തെളിവെടുപ്പിനോട്? അക്ഷയ, പേട്ടയിൽ നാടോടി സംഘത്തിൽപ്പെട്ട കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച കേസിലെ പ്രതി ഹസൻകുട്ടി എന്ന കബീർ, ആ കബീറിനെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി പോലീസ് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടുത്തെ തെളിവെടുപ്പ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പേട്ടയിലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ മറുസൈഡിലുള്ള ഒരു ഇടവഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കബീർ മൊഴി നൽകിയത് അന്ന് കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ചാക്ക വഴി ഈ പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക്, ഓൾ സയൻസ് കോളേജിന്റെ സമീപത്തേക്ക് എത്തി എന്നുള്ളതായിരുന്നു അയാളുടെ മൊഴി. അപ്പോൾ ആ മൊഴി സാധൂകരിക്കുന്ന രീതിയിൽ അയാൾ എങ്ങനെയാണ് പോയത്, പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏത് വഴിയാണ് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ ഇടവഴി ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മറുസൈഡിലുള്ള വഴിയാണ്. ആ വഴിയിലേക്കാണ് ഇപ്പോൾ പ്രതിയുമായിട്ട് പോലീസ് സംഘം പോകുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അയാൾ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത്, അതായത് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് മറുസൈഡിലുള്ള ഇടവഴി വഴി പേട്ട പാലത്തിന്റെ അവിടെ എത്തി ആ മെയിൻ റോഡ് വഴി ചാക്കയിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ വഴികളിലൂടെയാണ് പ്രതിയുടെ തെളിവെടുപ്പ് നടക്കുന്നത്. ആദ്യം പേട്ട റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ടുവന്നത്. അവിടെ ട്രെയിൻ ഇറങ്ങിയ സ്ഥലമൊക്കെ പ്രതി കാണിച്ചു കൊടുത്തു. ഈ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഇന്ന് പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. 7 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അതിൽ ഒന്ന്, ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്, തട്ടിയെടുത്തത് എങ്ങനെ, ഉപേക്ഷിച്ചത് എങ്ങനെ, ആ കാര്യങ്ങൾ പരിശോധിക്കണം. മറ്റൊന്ന്, പ്രതിയുടെ വസ്ത്രങ്ങൾ ആലുവയിലാണ് ഉപേക്ഷിച്ചത്. ആ സംഭവ ദിവസം പ്രതി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ആലുവയിലാണ് ഉപേക്ഷിച്ചത്. അത് കണ്ടെടുക്കണം. അത് കഴിഞ്ഞ് പളനിയിൽ പോയി മൊട്ടയടിച്ചു. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും പേട്ടയിൽ 2 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ പ്രതിയെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് നടക്കുകയാണ്. പേട്ട റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്.